ഇന്നത്തെ ലൈവില് ശ്രീതുവും ശരണ്യയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശരണ്യ പറയുന്ന കാര്യം, ഞാൻ ഇത്രയും ദിവസം സിബിൻ്റെയും പൂജയുടെയും അതുപോലെ അൻസിബയുടെയൊക്കെ ഗെയിം പ്ലാനുകളെക്കുറിച്ച് മനസ്സിലാക്കുമായിരുന്നു. അവർക്ക് എന്താണ് നിങ്ങളെ പറ്റിയുള്ള അവരുടെ ഗെയിം പ്ലാനുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുമായിരുന്നു. എനിക്കിപ്പോൾ മനസ്സിലായി. അല്ലാതെ ഞാൻ അവരുടെ കൂടെ നിന്ന് ഗെയിം കളിക്കാൻ നോക്കിയതൊന്നും അല്ല. അതുകൊണ്ടാണ് ഞാൻ അപ്സരയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും അവരുടെ കൂടെ നിന്ന് തന്നെ ഗെയിം കളിക്കാൻ നോക്കിയത്. അത് ഞാൻ അവരുടെ ഉള്ളിൽ നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ എന്താണ്, നിങ്ങളെ പറ്റിയുള്ള ഗെയിം പ്ലാനുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് എല്ലാവരുടെയും ഗെയിം പ്ലാനുകൾ ഇപ്പോൾ നല്ല രീതിക്ക് അറിയാം. ഇപ്പോൾ ഋഷിയൊക്കെ ആണെങ്കിൽ പോലും സിബിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യമേ റോക്കിനെ പറ്റിയായിരുന്നു നിന്നിരുന്നത്, ഇപ്പോൾ സിബിനെ പറ്റിയിട്ടാണ് നിൽക്കുന്നതെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതുപോലെ തന്നെ ശരണ്യ പറയുന്നുണ്ട്, അർജുൻ ഒറിജിനൽ ഒന്നും അല്ല, അവന് വേറൊരു മുഖം ഉണ്ടെന്നാണ് പൂജയൊക്കെ പറഞ്ഞത്. പൂജയൊക്കെ വെളിയിൽ നിന്ന് വന്നതാണല്ലോ, അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണെന്നൊക്കെ പറയുകയാണ്. പിന്നെ ജാൻമണീൻ്റെ കാര്യം, ജാൻമണി എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളത് രഹസ്യമായിട്ടൊക്കെ ഇങ്ങനെ പറയുകയാണ്. ജാൻമണി ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ട് അർജുനെ പറ്റി എന്നൊക്കെ. ആ കാര്യം പറയുമ്പോഴത്തേനും ഉടനെ ശ്രീതു പറയുന്നുണ്ട്, അർജുൻ നല്ലതൊന്നും അല്ല എന്ന് എനിക്കറിയാവുന്ന കാര്യമാണ്, അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്കറിയാം എന്ന്